വെൽക്കം ടു ഡേജ്. നമ്മുടെ ഇന്നത്തെ ഓർണമെന്റ്സ് വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് കാണിക്കുന്നത് റിങ്സിന്റെ കളക്ഷൻ ആട്ടോ. ഹാൻഡ് റിങ്സ് ആണ്. അപ്പോൾ അത് സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഐറ്റംസ് എഡി സ്റ്റോണിൽ ചെയ്തിരിക്കുന്ന ഐറ്റം തന്നെയാണ്. അപ്പോൾ അത് ഓരോന്നോരോന്നായിട്ട് ഞാൻ കാണിക്കാം കേട്ടോ. കുറച്ച് ഡിസൈൻസ് ഉണ്ട്, ഓരോന്നായിട്ട് കാണിക്കാം. അപ്പോൾ അതിന്റെ ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തന്നാൽ മതി. പിന്നെ ഈ ഒരു മോതിരം കയ്യിലിടുന്ന ആയതുകൊണ്ട് ഡെയിലി ഒന്നും യൂസ് ചെയ്യാൻ നമ്മൾ പറയില്ല കേട്ടോ. ജസ്റ്റ് ഫംഗ്ഷനൊക്കെ യൂസ് ചെയ്യുക, ഊരി വയ്ക്കുക. വലിയ റേറ്റിന്റെ അല്ല, അപ്പോൾ അതനുസരിച്ച് നമ്മൾ ആ ഒരു സൂക്ഷിച്ച് ഉപയോഗിക്കാവുള്ളൂ. വലിയ റേറ്റ് എന്ന് വെച്ചാൽ എഡി സ്റ്റോണിന്റെ റേറ്റ് ഉണ്ട്. പക്ഷെ നമ്മൾ ഒറിജിനൽ മേടിക്കുന്ന വെച്ച് നോക്കുമ്പോൾ ഇത് ചുമ്മാ ഇത് സാധാരണ രീതിയിൽ കണക്ക് കൂട്ടിയാൽ മതി. എന്തെങ്കിലും ഒരു ചെറിയ ഐറ്റം മേടിക്കുന്ന ആ ഒരു റേറ്റിലേ വരുന്നുള്ളൂ. അപ്പൊ അങ്ങനെ വേണം കേട്ടോ ഇത് യൂസ് ചെയ്യാനായിട്ട്. നമ്മളൊരു ജസ്റ്റ് ഒരു ഫംഗ്ഷനൊക്കെ ആയിട്ട് മാത്രം യൂസ് ചെയ്യുക. പിന്നെ ഇതാണെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് സൈസിന്റെ പ്രശ്നമില്ല. അതുകൊണ്ടാണ് ഇതിൽ കാണിക്കാന്ന് വെച്ചാൽ ഇട്ട് നോക്കി എല്ലാം എടുക്കുന്നത്. അപ്പൊ ഇത് സൈസിന്റെ പ്രശ്നം വരുന്നില്ല. നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിടാൻ പറ്റുന്ന സൈസ് മോഡൽ സ്റ്റൈൽ. നമുക്ക് ഫസ്റ്റ് ഡിസൈൻ ഇതാ കേട്ടോ. ഒറ്റക്കല്ലിൽ വരുന്നതാണ്. പിന്നെ സൈഡിലോട്ട് കുഞ്ഞു കുഞ്ഞു സ്റ്റോൺസും ഉണ്ട്. അപ്പോൾ ഇതിന്റെ ഞാൻ പറഞ്ഞ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മോഡൽ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കയ്യിലിട്ടിട്ട് നിങ്ങളുടെ അളവിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. കയ്യിലിട്ട് കഴിയുമ്പം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അളവിലോട്ട് വന്നോളും. അപ്പോൾ ഇച്ചിരി കൈക്ക് വണ്ണം കൂടുതലുള്ളവരാണെങ്കിലും കുറച്ച് അകന്നിരിക്കും എന്നുള്ളതേ ഉള്ളൂ. അല്ലേ, ഏത് വിരൽ വേണേലും ഇച്ചിരി ഇങ്ങനെ അകന്ന് വരും എന്നുള്ളതേ ഉള്ളൂ. എന്നാലും എല്ലാ അളവുകാർക്കും യൂസ് ചെയ്യാൻ പാകത്തിനുള്ളൊരു ഐറ്റമാണ്. ഇതുപോലെ ഇറക്കും കേട്ടോ. ഇതിങ്ങനെ ഒറ്റക്കല്ലിലേക്ക് ഇഷ്ടമുള്ളവർക്ക് നല്ല പാറ്റാണ്. ഒത്തിരി ഡിസൈൻസ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് കാണിച്ചു വിടാവേ. ഇതാ ഇഷ്ടപ്പെട്ടതെങ്കിൽ ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ ആ ഒരു സ്ക്രീൻഷോട്ടിൻ്റെ അകത്ത് നമ്പർ ഉണ്ട്, അത് ചേർത്തിട്ട് എടുക്കണം കേട്ടോ. 190 ഇന്ന് കാണിക്കുന്ന എല്ലാത്തിൻ്റെ റേറ്റ്. ഞാൻ പറഞ്ഞത് എല്ലാം എഡി സ്റ്റോണിൻ്റെ ഐറ്റംസ് ആണ്. ഡെയിലി ഒന്നും ഇട്ടേക്കരുത്, കാരണം കയ്യിൽ കിടക്കുന്ന ഐറ്റം കൂടെ ആയതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ ഒരയാനൊക്കെയുള്ള ചാൻസസ് കൂടുതലാണ്. നമുക്ക് എവിടെയെങ്കിലും ഫംഗ്ഷന് മാത്രം യൂസ് ചെയ്തിട്ട് ഊരി വെക്കണം കേട്ടോ. അടുത്ത ഡിസൈനാണ്. നമുക്ക് രണ്ടാമത്തെ ഡിസൈൻ ഇതാ കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു ഹാർട്ട് ഷേപ്പിലെ ഡിസൈനാണ്. രണ്ട് സൈഡിൽ. അപ്പോൾ ഇതിന്റെ ബാക്ക് സൈഡിലല്ല, അഡ്ജസ്റ്റ് ചെയ്യുന്ന ഈ ഫ്രണ്ടിൽ തന്നെയാണ് കേട്ടോ. ഇതിങ്ങനെ അകത്തിയിട്ട് നമുക്ക് ഇട്ടാൽ മതി. ഇട്ട് കാണിക്കാം. ഇതുപോലെ വരും. എന്നിട്ട് അടുപ്പിച്ച് കൊടുത്താൽ മതി. നമ്മുടെ കൈയുടെ സൈസിനനുസരിച്ച് നമുക്ക് ഇടാൻ സാധിക്കും. അപ്പോൾ ഇതിങ്ങനെ ചെരിച്ച് വേണമെങ്കിൽ അങ്ങനെ ഇടാം കേട്ടോ. ഇച്ചിരി ഒരു സൈഡിലോട്ടാക്കി അങ്ങനെ ഇടണമെങ്കിൽ അങ്ങനെ ഇടാം. ഞാൻ പറഞ്ഞത് അതിങ്ങനെ ആ ഒരു ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിലാക്കി ഇടാൻ പറ്റും. ഇത് നല്ല ഭംഗിയുള്ള ഐറ്റം കേട്ടോ. എല്ലാം എഡി സ്റ്റോണിൻ്റെ ഐറ്റം തന്നെയാണ്. കുഞ്ഞു കുഞ്ഞു സ്റ്റോൺസ് അതിൻ്റെ അകത്ത് വെച്ചേക്കുന്നത്. ഇതുപോലെ വരും. അപ്പോൾ ഇതിനും റേറ്റ് സെയിം തന്നെയാണ്. അടുത്ത് കാണാം. അടുത്തൊരു ലീഫ് പോലത്തെ ഡിസൈൻ ആട്ടോ. നല്ല അടിപൊളി ഡിസൈനാണ്. ഇതുപോലെ ഇങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിടാൻ പറ്റും. ഇങ്ങനെ നേരെ തന്നെ ഇടാം, അല്ലെങ്കിൽ ഇങ്ങനെ സൈഡോടക്കി. കൈക്ക് വണ്ണം കുറവുള്ളവരൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി ഇങ്ങനെ അടുപ്പിച്ച് 2 ലെയർ ആക്കി അങ്ങനെ വേണമെങ്കിൽ ഇടാം കേട്ടോ. ഇതൊന്ന് ഇട്ട് കാണിക്കാം. ഇതുപോലെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇതിങ്ങനെ ഒരു ലീഫ് പോലെ ഇത്രയും ഏരിയയിൽ നമുക്ക് അത് സ്റ്റോൺ കവർ ചെയ്യും കേട്ടോ. ഇതിനും ഒരു സെയിം റേറ്റ് തന്നെയാണ്. അടുപ്പിച്ചിടണമെങ്കിൽ അടുപ്പിച്ചിടാം കേട്ടോ. കുറച്ചുകൂടെ അവർ അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് സൈഡിലോട്ടാക്കി ഇങ്ങനെ വേണമെങ്കിൽ ഇടാം. ഇച്ചിരി കൂടെ തിന്നായിട്ട് വേണമെങ്കിൽ ഞാൻ മുമ്പേ കാണിച്ചു ഇട്ടാൽ മതി. എന്തായാലും നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആട്ടോ. ഇതിനും സെയിം റേറ്റ് അടുത്താണ്. ഇത് സിമ്പിൾ സ്റ്റോൺ ഡിസൈൻ ആണേ. ഒരു വലിയ സ്റ്റോൺ നടുക്കും, 2 സൈഡിലുമായിട്ട്. എഡി സ്റ്റോൺ 2 ലൈൻ. തിളക്കം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. നല്ല അടിപൊളി ഐറ്റംസ് ആട്ടോ. ഇതാണ് ഏകദേശം പാറ്റേൺ വരുന്നത്. ഡയമണ്ട് അതേ ഫിനിഷ് ആട്ടോ. ഇതുപോലെയാണ്. ഇത് ഒരു വലിയ സ്റ്റോൺ ആയതുകൊണ്ട് തന്നെ അഴിച്ചിട്ട് തിളക്കം കൂടുതൽ വരുവേ. ഇതിന്റെ ബാക്ക് സൈഡിലാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. നമുക്ക് തകർത്തിയിട്ട് സിമ്പിളായിട്ട് ഇടാൻ വരാനും പറ്റും. ഇതൊക്കെ നമുക്ക് ഇങ്ങനെ നോർമൽ റിങ് പോലെ ഭയങ്കര കഷ്ടപ്പെട്ട് അങ്ങനെ ഇടേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ല, ഇച്ചിരി ലൂസായിട്ട് കിടക്കണമെങ്കിൽ അങ്ങനെ കിടക്കാം. അതാ നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് ഉള്ളതുകൊണ്ട് എങ്ങനെ വേണേ ഇടാം കേട്ടോ. ഇത് ഒരു ടെൻഷൻ അടിക്കണ്ട. കൈക്ക് വണ്ണം കൂടുതലുള്ളവരാണെങ്കിലും ടെൻഷൻ അടിക്കണ്ട. പിന്നെ ഒത്തിരി നല്ല വണ്ണമൊക്കെ ഉള്ളവരാണെങ്കിൽ ഇച്ചിരി അകന്ന് കിടക്കും എന്നുള്ളതേ ഉള്ളൂ. എത്ര ഇങ്ങനെ ഗ്യാപ്പ് കിടക്കും എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അകത്തല്ലേ, അത് കാണത്തില്ല. മറ്റേ ഫ്രണ്ട് പോർഷനിലുള്ളതാണേലും അതിനൊരു ഭംഗിയാട്ടോ. അതിനൊരു പ്രത്യേക ഡിസൈനിലാണ് അത് കൊടുത്തേക്കുന്നത്. ഇതാണ് ഇതിൻ്റെ പാറ്റ്. അടുത്ത ഡിസൈൻ ഇതാ കേട്ടോ. ഇതും കാണാൻ നല്ല ഭംഗിയാണ്. ഇത് ഒരു സൈഡിൽ ഒരു സ്റ്റോണും ബാക്കിയെല്ലാം കുഞ്ഞു കുഞ്ഞായിട്ടുള്ള സ്റ്റോണാണ് ഈ സൈഡിലത്തെ. നല്ല ഭംഗിയില്ലേ കാണാൻ. ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ നിന്നാണ് കേട്ടോ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിങ്ങനെ അടുപ്പിച്ചാണെങ്കിൽ ഇങ്ങനെ ഇടാൻ പറ്റും. അകത്തി കുറച്ച് കൈക്ക് വണ്ണം കൂടുതലവരാണെങ്കിൽ ആ ഒരു രണ്ടും ഒരേ നിരയിൽ തന്നെ ഇറക്കും. ഇങ്ങനെയായിട്ട് ഇറക്കും. അഡ്ജസ്റ്റ് ചെയ്ത് അടുപ്പിച്ചിരുന്നെങ്കിൽ അടുപ്പിച്ചിടാം. എങ്ങനെ വേണം ഇടാം കേട്ടോ. എല്ലാം നല്ലതാണ്. അടുത്ത ഡിസൈനാണ്. എല്ലാം വെറൈറ്റി ഡിസൈൻ ആട്ടോ. ഇത് നീണ്ട സ്റ്റോൺ വെച്ചിട്ട് ചെയ്തേക്കുന്നതാണ്. എന്താ പറയുക, ഒരു ബോ ഡിസൈനാണ്. ഇതിൻ്റെ ബാക്ക് സൈഡിൽ തന്നെയാണ് നമുക്ക് ആ ഒരു അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത് തരുന്നത്. ബാക്കിൽ ഇതുപോലെ വരും. കയ്യിലിടുമ്പോൾ നല്ല രസമില്ലേ കാണാൻ. ഒരു സ്ക്വയർ പോലത്തെ ഒരു ഡിസൈൻ. സെയിം റേറ്റ് ആട്ടോ എല്ലാം. ഡിസൈൻ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. അടുത്ത ഡിസൈൻ ഇതാട്ടോ. ഇതൊരു ബട്ടർഫ്ലൈ ഡിസൈൻ ആണ്. ഓപ്പോസിറ്റ് സൈഡിൽ കുഞ്ഞൊരു സ്റ്റോണും. ഇതും ആ ഫ്രണ്ടിൽ നിന്നാണ് നമുക്ക് ഒരു അഡ്ജസ്റ്റ് ചെയ്യാൻ പാകത്തിന് കൊടുത്തേക്കുന്നത്. ഞാൻ പറഞ്ഞൊരു സൈഡിലോട്ട് കുറച്ചുകൂടെ
അല്ലാതെ ചെരിച്ചാണല്ലോ ഇടാൻ പറ്റും കേട്ടോ. ഞാൻ കയ്യിൽ പിടിച്ച് കാണിക്കാതെ കണ്ടില്ലേ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ അഡ്ജസ്റ്റ് ചെയ്താൽ പറ്റും. ഇതൊക്കെ സെയിം റേറ്റാണ്. ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു സ്റ്റോൺസ് ആട്ടോ യൂസ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് ഒരു ഭംഗി കണ്ടോട്ടെ എന്ന് ഓർത്തോണ്ടാ കേട്ടോ ഞാൻ കുറച്ച് നേരത്തിന് ഇത് പിടിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഓരോ ഡിസൈൻ നിങ്ങൾക്ക് അത് മനസ്സിലാവണമല്ലോ. ഇതുപോലെ ഒരു അടുത്ത് കാണാം. അപ്പോൾ ഇത്രയും ഡിസൈൻസ് ഞാൻ കാണിക്കുന്നുള്ളൂ. ഇതിൻ്റെ തന്നെ കുറേ സിൽവറും ഒക്കെ വരുന്നുണ്ട് കേട്ടോ. സിൽവറൊക്കെ ആകുമ്പോൾ പിന്നെ കളറിൻ്റെ കാര്യത്തിൽ പ്രശ്നമില്ല. അപ്പോൾ ഇങ്ങനത്തെ മോഡൽ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഡെയിലി ഒന്നും ഉപയോഗിക്കാതെ ഊരി വെച്ച് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മളിപ്പോൾ ഇങ്ങനത്തെ ഏത് ഇമിറ്റേഷൻ ആയതുകൊണ്ട് ഏത് ഐറ്റം ആണെങ്കിലും നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം എടുത്ത് വെക്കുമ്പോൾ ഒരു ബോക്സിലോ അല്ലെങ്കിൽ ഒരു ടൗലിലാണെങ്കിലും എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരേ അതൊക്കെ ഇരുന്നോളും. പെട്ടെന്ന് പോകാതിരിക്കാനുള്ള മാർഗ്ഗങ്ങളൊക്കെ ആട്ടോ ഈ പറഞ്ഞു തരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ ചെറിയ വിലയല്ലേ വരുന്നുള്ളൂ. ഈ 190 എന്ന് പറയുന്ന വലിയ റേറ്റ് ഒന്നും വരുന്നില്ല. നമുക്കിങ്ങനെ മാറി മാറി ഈ മോതിരത്തിനോടൊക്കെ ക്രേസുള്ള ഒത്തിരി പേരുണ്ട്. നമുക്ക് സ്ഥിരമായിട്ട് ഇത് വിൽക്കുന്ന കേട്ടോ, ഭയങ്കരമായിട്ട് നമുക്ക് സെയിലുള്ള ഐറ്റമാണ് ഇതൊക്കെ. അപ്പം എപ്പോഴും ഇങ്ങനെ മാറി മാറി ഇടാനൊക്കെ ഇഷ്ടമുള്ളവർക്ക് സെലക്ട് ചെയ്യാം. ഇതിൻ്റെ പുതിയ പുതിയ ഡിസൈൻസ് ഞാൻ കൊണ്ടുവരാം. ഞാൻ പറഞ്ഞ മറ്റേ ആ ഒരു സൈസിന്റെ പ്രശ്നം വരാത്ത രീതിയിലുള്ള ഐറ്റംസ് ഞാൻ ഇപ്പോൾ സെലക്ട് ചെയ്ത് കാണിച്ചത്. അപ്പോൾ ഷോപ്പിൽ നേരിട്ട് വരുന്നവർക്കാണെങ്കിൽ ഇട്ട് നോക്കി എടുക്കാൻ പറ്റുമല്ലോ. അപ്പം ഞങ്ങൾ ഇത്ര ദൂരെ ആയതുകൊണ്ട് എല്ലാവർക്കും ഒന്നും വരവ് നടക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ചൊന്നും കാണിച്ചത്. പക്ഷേ സെയിം തന്നെ നമുക്ക് ആ മറ്റേത് വരുന്ന പോലെ തന്നെ നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആണ് ഇതിലും വരുന്നത്. നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായില്ലേ? കാരണം ക്യൂട്ടായിട്ട് കുഞ്ഞ് ഡിസൈൻസ് ഒക്കെയാണ്. ശരിക്കും ഡയമണ്ടിന്റെ അതേ ലുക്ക് തന്നെയാണ് കേട്ടോ. മാറി മാറിയൊക്കെ ഇടാൻ നല്ല ഐറ്റമാണ്. പിന്നെ ശ്രദ്ധിക്കുക, കുറച്ച് എപ്പോഴും ഇടാതെ കുറച്ച് ശ്രദ്ധിക്കണം. പിന്നെ ഈ ഒരു വിലയല്ലേ ഉള്ളൂ, അത് മനസ്സിൽ വെച്ചോണം കേട്ടോ. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.